ഗുഡ് ഈവനിങ് ഓൾ. ഇത്ര സന്തോഷകരമായൊരു ദിവസമല്ലേ? ജോയേട്ടനെയും ജോളി ചേച്ചിയുടെയൊക്കെ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചില്ല. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനൊരു ജീവചരിത്രം എഴുതുകയാണെങ്കിൽ അതിലൊരു അധ്യായം ജോയേട്ടനായിരിക്കും, അതിലെ രണ്ടാമത്തെ അധ്യായം ജോളി ചേച്ചിയായിരിക്കും. ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇവർ രണ്ടുപേരും എന്നെ ഇൻസ്പയർ ചെയ്തതും എന്നെ മോട്ടിവേറ്റ് ചെയ്തതും എന്നെ വഴി നടത്തിയതും എൻ്റെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ജോയേട്ടനെ പറ്റി പറയുമ്പോൾ ആ ബുക്ക് ഒറ്റ ശ്വാസത്തിൽ വായിച്ചു തീർക്കാനാണ് നമുക്ക് ആദ്യമേ തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു 50% കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ആക്ടറും ആഡ് ഫിലിം മേക്കറും എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഞാൻ അന്തസ്സായി ഞാൻ എപ്പോഴും എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ കാലഘട്ടം ഞാൻ ജോയ ലൂക്കാസ് ഗ്രൂപ്പിലെ എംപ്ലോയി ആയിരുന്നു എന്നുള്ള ഒരു വലിയ സത്യമുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവുമായിരുന്നു. ജോയേട്ടൻ എപ്പോഴും പറയാറുള്ളത്, അത് ബുക്കിൽ നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെന്നെ കേൾക്കുന്ന എല്ലാ ബിസിനസ്സുകാർക്കും അതൊരു വലിയ പുതിയ ജനറേഷൻ പിള്ളേർക്ക് പ്രത്യേകിച്ച് അതൊരു വലിയ പാഠമായിരിക്കും. പല ക്ലയൻസും ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ജോയ ലൂക്കാസിൻ്റെ പല വിജയ രഹസ്യങ്ങളും ഞാൻ അവരോട് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ എന്നെ സ്പർശിച്ചിട്ടുള്ളതെന്ന് ജോയേട്ടൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു വലിയ മെസ്സേജാണ്. ഒരുവൻ നിൽക്കുന്നിടത്ത് നിൽക്കണമെങ്കിൽ നിൽക്കാണ്ട് ഓടണം. ഇത് ദുബായ് ഓഫീസിൽ വെച്ച് ജോയേട്ടൻ തന്നെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു ട്രെഡ്മില്ലിൽ നിൽക്കുന്ന പോലെയാണ്, നമ്മുടെ താഴെ അത് ചലിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മാർക്കറ്റിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ നമ്മൾ ഗെയിൻ ചെയ്തെടുത്ത ഒരു പൊസിഷൻ അത് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ചലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റുള്ളവരെ ചലിപ്പിക്കുവാൻ സാധിക്കൂ. ജോയേട്ടാ, ആ ഒരു മെസ്സേജ് എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായൊരു മെസ്സേജാണ്. ഒപ്പം തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എനിക്കും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ബൈബിളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ വേരുകൾ സ്ട്രോങ് ആയിരിക്കും, അവൻ മഹത്വം ആർജിക്കുന്നതാണ്. ആ അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ ഒരുപാട് ബഹുമതിക്ക് അർഹനാവും. ഇത് രണ്ടും ജോയേട്ടൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഒരു അപ്പൻ്റെ ഒരു ആജ്ഞാനുവർത്തിയായി അപ്പൻ്റെ കൂടെ ഓടി നടക്കുന്നതിൻ്റെ ഒരു നേർചിത്രം ആ പുസ്തകത്തിൽ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. പല ബിസിനസ്സിലും പിതാവിൻ്റെ ഒപ്പം തന്നെ ബിസിനസ്സിലേക്ക് വരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് നവാസ് ഭായിയെ പോലുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആ അപ്പനിൽ നിന്നും ചിലപ്പോൾ ചില സമയത്ത് ഏറ്റവും താഴ്ന്ന ജോലി ചെയ്തുകൊണ്ട് പോലും അപ്പൻ്റെ ഒരു ആജ്ഞാനുവർത്തിയായി കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് ജോയ ലൂക്കാസിൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ വരച്ചു തരുന്നത്. പ്രത്യേകിച്ച് സ്റ്റാഫിനെയൊക്കെ എടുക്കുന്ന കാര്യത്തിൽ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ വായിക്കുന്നത്. ഒരാളെ പരിചയപ്പെടുമ്പോൾ അവൻ്റെ ജോയേട്ടൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ കനം എനിക്കറിയാമെന്ന് പറയും. ഒരു സ്റ്റാഫിനെ പിക്ക് ചെയ്യുന്ന കാര്യത്തിൽ, നല്ലൊരു ടീം അറ്റ്മോസ്ഫിയർ സ്ഥാപനത്തിൽ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും മാതൃകയാക്കേണ്ടതാണ്. ഏറ്റവും നല്ല എംപ്ലോയീസിനെ ഒരു വർക്ക് കൾച്ചർ കൊണ്ടുവരുന്ന കാര്യത്തിൽ, അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സാഹചര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ, നല്ല വിഷണറി ആയിട്ടുള്ളൊരു ലീഡറിൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്നറിയാം. ആ ജോലി ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ എഫേർട്ടും ചെറുതല്ല. മാർക്കറ്റിങ്ങിൻ്റെ ബഡ്ജറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളൊരു ഒരു ഒരു ക്യാമ്പയിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ജോയേട്ടൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ ക്വാർട്ടർ പേജ് അങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ടെലിവിഷനിലാണെങ്കിലും പരസ്യം, ശ്രീകണ്ഠൻ സാറിനറിയാം, പരസ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് ഷെഡ്യൂളുകളായിട്ട് അവതരിക്കുമ്പോൾ ജോയേട്ടൻ പറയും, എടാ പൊട്ടിക്കുകയാണെങ്കിൽ ഒരു ഒറ്റ പൊട്ടിക്കൽ, അട്ടിക്കുകയാണെങ്കിൽ ഫുൾ പേജ്. അന്നൊന്നും ഫുൾ പേജുകളൊന്നും കോമൺ അല്ല. ഇന്നിപ്പോൾ എല്ലാം ജാക്കറ്റ് അഡ്വർടൈസിങ്ങിൻ്റെ കാലം. മറ്റു ബ്രാൻഡുകളുടെയൊക്കെ മുമ്പിൽ ഫുൾ പേജ് അഡ്വർടൈസ്മെൻറ്റ്സ് ധൈര്യമായിട്ടിടുക. ജോയേട്ടൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, തനി നാടൻ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ, എടാ ഒരു വീട്ടിൽ കുറേ പട്ടികളെയൊന്നും വളർത്തണ്ട, കടിക്കണ ഒരു പട്ടി മതി. ഇതൊക്കെ 25 കൊല്ലം മുമ്പ് ജോയേട്ടൻ്റെ മനസ്സിൽ ജോയേട്ടനിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. ഇതൊന്നും നമ്മൾ മറക്കില്ല. ഒപ്പം തന്നെ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്,
എല്ലാം അപ്പനെ കോട്ട് ചെയ്താൽ പറയുള്ളൂ. ഇടയ്ക്ക് എന്നോട് ചോദിക്കും, നിനക്ക് പുതുശ്ശേരി ആലുക്ക വർഗീസിനെ അറിയോ? ഞാൻ ആദ്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ അപ്പനടാ. അപ്പം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴ്ന്നവനാവാൻ ശ്രമിക്കണം. ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയെ പോലും പേരെടുത്ത് വിളിക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. 2002 ദുബായിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞതാണ്, ലണ്ടൻ, പാരീസ്, ന്യൂയോർക്കിലൊക്കെ ജോയ് ആലുക്കാസിൻ്റെ ഷോറൂം വരും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ സാറിന് അറിയാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. മറ്റുള്ളവരെല്ലാവരും ജോയ് ആലുക്കാസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനത്തിനെ കാണുന്ന സമയത്ത് സാർ ഓഡിറ്ററിനെ കാണുമ്പോൾ എനിക്ക് ജോയ് ആലുക്കാസ് ഇൻ്റർനാഷണൽ എന്നൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടു പോയ വേണുഗോപാൽ സാറിനോട് സാറ് പറഞ്ഞത്, ഞാൻ 10 വർഷത്തിനകം എൻ്റെ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നു. എത്രത്തോളം വിഷനാണ്. ലോകം മുഴുവൻ ഇന്ന് ജോയ് ആലുക്കാസ് എന്ന വ്യാപാര നാമം നേടിയെടുത്തിട്ടുള്ളത് ഒരു വലിയ ശക്തിയാണ്. ഒരു മലയാളിക്ക് അഭിമാനത്തോടു കൂടി പറയാം, നിങ്ങൾ മുഴുവൻ പേരും പുസ്തകം വായിക്കണം. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മൾ പറയില്ലേ, തൃശ്ശൂർ അങ്ങാടിയുടെയും ഗോൾ സൂക്കിൻ്റെയൊക്കെ കളിക്കളത്തിൽ ഇരുന്ന് ഡീപ്പ് റൂട്ടഡായി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പഠിച്ചെടുത്ത് ഏത് പ്രഗത്ഭ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA പഠിച്ചിറങ്ങിയവൻ്റെ മുമ്പിൽ പോലും നല്ല മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇട്ടുതരാൻ പ്രാപ്തനാക്കുന്ന രീതിയിൽ ജോയ് ആലുക്കാസ് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ എനിക്ക് എടുത്തു പറയാവുന്ന ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹീ ഈസ് എ മാൻ ഓഫ് ഡീറ്റെയിൽ. ഏത് ചെറിയ കാര്യം പോലും അതിൻ്റെ മൈന്യൂട്ട് പെർഫെക്ഷനിലേക്ക് പോയി. ഇതെല്ലാം ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സുരേന്ദ്രൻ സാറ് പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും പറയുന്നില്ല, നിങ്ങൾ ബുക്ക് വായിക്കണം. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലും അതങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ അടുത്ത കാര്യം എന്തായിരിക്കും, അതിൻ്റെ മാർക്കറ്റ് റിസൾട്ട് എന്തായിരിക്കും, നമ്മളതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, ഇതിനെ എല്ലാത്തിനെയും കൃത്യമായി മനസ്സിലാക്കും. അതുപോലെ തന്നെ എനിക്ക് ജോയേട്ടനെ വ്യക്തമായി സ്നേഹമുള്ള മറ്റൊരു കാര്യം, ജോയേട്ടൻ്റെ കാര്യത്തിൽ എല്ലാം സ്മാർട്ടായിട്ടും എല്ലാം സ്റ്റൈലായിട്ടും ചെയ്യുള്ളൂ. ജോയ് ആലുക്കാസിൻ്റെ ഷോറൂം എന്ന് പറയുന്നത്, ഒരു ദിവസം എന്തോ തെറ്റി കാണുമ്പോൾ ജോയേട്ടൻ ആർക്കിടെക്റ്റിനോടും കോൺട്രാക്ടറോടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമാണ്, എൻ്റെ പ്രതിച്ഛായയാണ് എൻ്റെ ഷോറൂം. എൻ്റെ സ്റ്റാഫ് എൻ്റെ റിഫ്ലക്ഷൻ ആവണം. ജോയേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ ആലുക്കാസ് എന്നൊരു ബ്രാൻഡിനു വേണ്ടി, ജോയ് ആലുക്കാസ് എന്നൊരു ബ്രാൻഡിനു വേണ്ടി പടവെട്ടുന്ന ഒരു പോരാളി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിൻ്റെ മുന്നിൽ ജോയ് ആലുക്കാസ് എന്ന് പറയുന്ന ബ്രാൻഡ് അവതരിപ്പിച്ചതിൽ എൽസ, മെരിമോൾ, ജോയ്, നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ അഭിമാനമാകുന്ന ഒരു നല്ല അപ്പൻ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ്.